വെൽക്കം ബാക്ക്. വിവേക് ആത്രേയ റിട്ടേൺ ആൻഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അപ്കമിങ് നാനി മൂവിയാണ് സൂര്യ സാറ്റർഡേ. സോ നമ്മൾ ഇന്ന് അതാണ് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. என் பொறுமை அழிஞ்சிருச்சு, என் கண்ணீர் வறண்டுடுச்சு. அதனால தான் நம்ம எல்லாரும் சார்பாக பயத்தை தாண்டி ஒரு அடி முன்னாடி எடுத்து வைக்கலான்னு இருக்கேன். சார் சார் எப்போ வருவாரு? ஒரு வாட்டி அவரை பார்த்தேன்னு வச்சுக்க. சார் என்ன சார்? இனி எப்பவும் எப்போ வருவார்னு கேட்கவே மாட்டேன். டாய்லெட் எங்க இருக்குன்னு என்ன கேக்குறா சுதா? இத இதெல்லாம் ஓபன் பண்ணு. என்ன செஞ்சான் சார் அந்த ஆளை போட்டு இப்படி அடிக்கிறாரு? சோக்குல பாலம் அங்க பிறந்தது தான் இவங்க செஞ்ச தப்பு. இந்த பிரச்சனைக்கு வேற சொல்யூஷனே இல்லையா சார்? சொல்யூஷனா? உங்களுக்கு யமுனையும் சித்திரகுப்தனையும் பத்தி தெரிஞ்சிருக்கும். அவங்க ரெண்டு பேரும் ஸ்பிரிட் பர்சனாலிட்டியா ஒருத்தருக்குள்ளேயே இருந்தா அவன் தான் என் பையன்மா. நார்மலா நம்ம ஆளுங்களுக்கு ஏதாவது ஒன்று ஆச்சுன்னா நம்ம கோவப்படுவோம். எனக்கு கோவம் வந்துச்சு. ஆனா என் பையனுக்கு அவனோட கோவத்தை வச்சு எனக்கு கோவம் வந்துச்சுன்னா இவன் என் ஆளு, இது என் பிரச்சனை. இன்ஸ்பெக்டர் தயானா யாரு? அவன் பெரிய சைக்கோ மாமா, அவனை பத்தி ஏன் கேக்குறீங்க? இந்த கிறுக்கு பையன் அவன் பேரை எழுதியிருக்காடா. ஒரு வாட்டி அந்த பேரை ரவுண்ட் பண்ணிட்டானா அவன் ആക്ച്വലി എനിക്ക് എസ് ജെ സൂര്യ സാറിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന മീൻസ് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല എന്ത് ഇത്ര ഇഷ്ടമെന്ന്. മീൻസ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കാരണം അത് പറയാനാണ്. മീൻസ് നെഗറ്റീവ് ഷെയ്ഡ് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാൾ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നമുക്ക് ബാക്കിയാണ്. கதையை முடிக்கிறதுக்கு எவ்வளவு தூரம் வேணாலும் போவான். அவன் யாரும் சனிக்கிழமை மட்டும்தான் அடிக்கிறான். ஏன் ஞாயிற்றுக்கிழமை அடிக்க மாட்டானா? எனக்கு அவன் வேணும். யாருல அந்த சூர்யா? இப்போ வரைக்கும் அவன் ரெண்டு கண்ணை தான் பார்த்தீங்க. மூணாவது கண்ணை பார்த்தீங்கன்னா சிவ தாண்டவன் தான். ஏதாவது பண்ணணும். அடி தாண்டா மரணாடி. ഓക്കെ ഗൈസ്, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ജെ സൂര്യ സാറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹിസ് ഇസ് എൻ വേഴ്സറ്റൈൽ ആക്ടർ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നെഗറ്റീവ് ഷെയ്ഡിൽ അതിനൊരു കോമഡി രൂപത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹ്യൂമർ എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എസ് ജെ സാറ്. സോ ഇതിലായാലും ഇപ്പം നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി കുറച്ച് കോമഡി രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഭയങ്കര വില്ലനായിരിക്കും, നമ്മൾ പേടിക്കുന്ന രീതിക്കുള്ള വില്ലനായിരിക്കും. പക്ഷെ അത് എന്തെങ്കിലും നമുക്ക് എന്താ പറയുക, വില്ലനോട് ഇഷ്ടം തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് എസ് ജെ സാർ. എനിക്ക് മെറസലിലും സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ വില്ലനായിട്ട് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതുപോലെ പല പല സിനിമയിൽ എല്ലാ എന്താണ് നമ്മുടെ ഒരു മാനാടിലൊക്കെ എൻ്റെ അമ്മ എന്ത് രസം അത് വില്ലൻ. അതിൽ പറയുന്ന പല ഡയലോഗ്സ് കോമഡീസൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പോഴും ഓർത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതാണ് എസ് ടി സാറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നാനീനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഈച്ച സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഈച്ച എല്ലാവർക്കും അറിയായിരിക്കും. അതിലെ പാട്ട് സ്റ്റിൽ എൻ്റെ എന്താണ് ഫേവറേറ്റ് സോങ് ആണ്. ഞാൻ എപ്പോഴും കേൾക്കുന്ന സോങ്ങിൽ ഒന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നാനിയുടെ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മൂവി ഉണ്ട്, ഹൈ നന്ന.
അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാനിയുടെ ഓൾമോസ്റ്റ് മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവർ രണ്ടുപേരും കോംബോ ആയിട്ട് വരുന്നത് നല്ല രസമുണ്ട്. ഈ ഒരു മൂവിയെ പറ്റി എനിക്ക് തോന്നുന്നത് എന്താണൊരു മറ്റുള്ളവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് കാണുന്ന ഒരാൾ അത് ഡയറിയിൽ എഴുതി വെക്കുന്നു. അത് മാത്രമല്ല സാറ്റർഡേസിൽ മാത്രമാണ് ഫൈറ്റിന് പോകുന്നത്. സോ അതുകൊണ്ടായിരിക്കും സൂര്യ സാറ്റർഡേ എന്ന് വരുന്നത്. സോ നല്ല രസമുണ്ട് കാണാനായിട്ട്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു മൂവി ആയിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.